പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നാണ് നമ്മുടെ സൂര്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവ് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ. ഏതാണ്ട് 1 മാസമെടുത്താണ് സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാതക ഗോളമാണ് സൂര്യൻ. സൂര്യനിൽ ഏകദേശം 81.6% ഹൈഡ്രജനും 18.17% ഹീലിയവും ഉണ്ട്. ബാക്കി 0.23% മാത്രമാണ് മറ്റുള്ള വാതകങ്ങൾ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ മൂലമാണ് സൂര്യൻ ഊർജം പുറപ്പെടുവിക്കുന്നത്. 4 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേരുമ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവുകയും ഇതുവഴി ഊർജം സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. സ്വതന്ത്രമാകുന്ന ഊർജം താപമായിട്ടോ പ്രകാശമായിട്ടോ മറ്റ് വികിരണങ്ങളായിട്ടോ ഉത്സർജിക്കപ്പെടുന്നു. സൂര്യൻ്റെ കേന്ദ്രഭാഗത്തെ കോർ എന്ന് വിളിക്കുന്നു. സൗരോർജത്തിൻ്റെ ഉൽപ്പാദന കേന്ദ്രമാണിത്. അത് കഴിഞ്ഞാൽ വികിരണ മേഖല അല്ലെങ്കിൽ റേഡിയേറ്റീവ് സോൺ, പിന്നെ സംവഹന മേഖല അല്ലെങ്കിൽ കൺവെക്ഷൻ സോൺ. സൂര്യൻ്റെ ഉപരിതലത്തിന് തൊട്ട് താഴെയാണ് ഇതുള്ളത്. പിന്നെ പ്രഭാമണ്ഡലം അല്ലെങ്കിൽ ഫോട്ടോസ്ഫിയർ. ഈ ഭാഗമാണ് സൂര്യൻ്റെ ഉപരിതലമായി നാം കാണുന്നത്. ഇതിൻ്റെ മുകളിലായി സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് വർണ്ണമണ്ഡലം അല്ലെങ്കിൽ ക്രോമോസ്ഫിയർ. വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവാതകങ്ങളാണ് ക്രോമോസ്ഫിയർ. ഇതിനു മുകളിലായി കാണപ്പെടുന്ന സാന്ദ്രത വളരെ കുറഞ്ഞ ഭാഗമാണ് കൊറോണ. സൂര്യൻ്റെ ഉപരിതലവും അന്തരീക്ഷവും വ്യത്യസ്തങ്ങളായ ചലനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഫ്ലെയറുകൾ, സൗരതിരമാലകൾ അഥവാ പ്രോമിനൻസസ്, സൗരക്കാറ്റ് അല്ലെങ്കിൽ സോളാർ വിൻഡ് മുതലായവ ഇങ്ങനെയുള്ള ചലനങ്ങളിൽ പെടുന്നു. ഇത് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതും ചെറുതുമായ ഗ്രഹമാണ് ബുധൻ. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ബുധൻ എടുക്കുന്നത് ഭൂമിയിലെ 88 ദിവസങ്ങളാണ്. സ്വയം അച്ചുതണ്ടിൽ തിരിയാൻ 59 ദിവസങ്ങൾ. കാണാൻ ഏകദേശം ചന്ദ്രനെ പോലെ ഇരിക്കും. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ അഥവാ വീനസ്. സൂര്യനിൽ നിന്ന് രണ്ടാമത്തേതും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രകാശമുള്ള ഗ്രഹമാണ് ശുക്രൻ. സൂര്യനെ ചുറ്റുന്നതിന് ശുക്രൻ 225 ദിവസവും സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് 245 ദിവസവും എടുക്കും. രൂപത്തിൽ ഭൂമിയോട് സാമ്യമുള്ളതുകൊണ്ട് ഭൂമിയുടെ ഇരട്ട എന്നും ശുക്രനെ വിളിക്കാറുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ഭൂമി, സൂര്യനിൽ നിന്നും മൂന്നാമത്തെ ഗ്രഹം. ഭൂമി ഒരു ഗോളമാണെന്ന് നമുക്കറിയാം. എന്നാൽ അത് ഒരു പൂർണ്ണഗോളമല്ല. ഭൂമിയുടെ മധ്യഭാഗത്തുള്ള പ്രദേശങ്ങളിൽ അല്പം പുറത്തേക്ക് തള്ളിയും ധ്രുവങ്ങളിൽ ഉള്ളിലേക്ക് താഴ്ന്നുമാണ് കിടക്കുന്നത്. ഭൂമിയുടെ ഈ ഗോളരൂപത്തെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ഇതാണ് ചൊവ്വ അല്ലെങ്കിൽ മാർസ്, സൂര്യനിൽ നിന്ന് നാലാമത്തെ ഗ്രഹം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉപരിതലം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രഹമാണിത്. ഈ ഗ്രഹത്തിൻ്റെ ഒരു വർഷം ഭൂമിയിലെ 687 ദിവസങ്ങളാണ്. ഒരു ദിവസമാകട്ടെ 24 മണിക്കൂറും 37 മിനിറ്റും. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്, ഡീമോസും ഫോബോസും. ഇത് വ്യാഴം അഥവാ ജൂപ്പിറ്റർ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഗ്രഹത്തിന് ചുറ്റുമുള്ള കട്ടികൂടിയ മേഘപാളികൾ മൂലം ഇതിൻ്റെ ഉപരിതലം ദൃശ്യമല്ല. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ വ്യാഴത്തിനു വേണ്ടത് ഏകദേശം 12 വർഷങ്ങളാണ്. എന്നാൽ ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന്
9 മണിക്കൂറും 55 മിനിറ്റുമാണ് വേണ്ടത്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ എത്രയാണെന്നറിയാമോ? ഒന്നും രണ്ടുമൊന്നുമല്ല, 63 എണ്ണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ശനി അഥവാ സാറ്റേൺ എന്നറിയപ്പെടുന്ന ഗ്രഹം. വലുപ്പത്തിൽ 2ാമത്തെ സ്ഥാനമാണ് ശനിക്കുള്ളത്. സൂര്യനെ വലം വയ്ക്കുന്നതിന് 29.5 വർഷവും സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് 10 മണിക്കൂർ 30 മിനിറ്റുമാണ് ശനി എടുക്കുന്നത്. സ്വന്തമായ 33 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. കട്ടി കുറഞ്ഞ കുറേ വലയങ്ങൾ ശനിക്ക് ചുറ്റും കാണാം. ഈ വലയങ്ങളാണ് ശനിയെ വളരെ മനോഹരമായ ഒരു ഗ്രഹമാക്കുന്നത്. ഇത് യുറാനസ്, സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹം. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഗ്രഹങ്ങളിൽ 3ാമനാണ് യുറാനസ്. സൂര്യനെ ഒരു തവണ ചുറ്റുന്നതിന് യുറാനസ് എടുക്കുന്നത് ഏകദേശം 84 വർഷങ്ങളാണ്. സ്വയം അച്ചുതണ്ടിൽ തിരിയാനോ 17 മണിക്കൂറും 8 മിനിറ്റും. യുറാനസിന് 18 ഉപഗ്രഹങ്ങളുണ്ട്. യുറാനസിന്റെ അച്ചുതണ്ട് 98 ഡിഗ്രി ചെരിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഒരു പന്ത് ഉരുണ്ടുപോകുന്നത് പോലെയാണ് യുറാനസ് അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീങ്ങുന്നത്. ഇതാണ് 8ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ. ഭൂമിയേക്കാൾ 17 മടങ്ങ് ഭാരം കൂടിയതാണ് നെപ്റ്റ്യൂൺ. സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ 165 വർഷം എടുക്കുന്ന ഒരു ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സ്വയം അച്ചുതണ്ടിൽ കറങ്ങാൻ 16 മണിക്കൂറും 7 മിനിറ്റും എടുക്കുന്നു. നെപ്റ്റ്യൂണിന് 8 ഉപഗ്രഹങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രഹത്തിന് 3 വ്യക്തമായ വലയങ്ങളും ഒരു മങ്ങിയ വലയവുമുണ്ട്. ഇത് പ്ലൂട്ടോ. 2006 ആണ്ട് വരെ പ്ലൂട്ടോയെ ഒരു ഗ്രഹമായാണ് കണക്കാക്കിയിരുന്നത്. പിന്നീട് പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും മാറ്റി. പ്ലൂട്ടോയ്ക്ക് സ്വയം അച്ചുതണ്ടിൽ കറങ്ങാൻ 6 ദിവസവും സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ 248 വർഷവും വേണം. പ്ലൂട്ടോയ്ക്ക് ഒരു ഉപഗ്രഹമുണ്ട്, പേര് ഷാരോൺ. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയ്ക്കായി ചെറിയ ചെറിയ ഗ്രഹങ്ങളെ പോലെയുള്ള ഗോളങ്ങളുടെ ഒരു ശൃംഖലയുണ്ട്. ഇത് സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇവയെ ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നു. സൗരയൂഥമെന്ന ബൃഹത് ലോകത്തിലെ കൊച്ചു തരികൾ മാത്രമാണിവ.